നമ്മുടെ നാട്ടിൽ സിവിക് സെൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്തുവാണെന്ന് തന്നെ അറിയാൻ വയ്യാത്ത ഒരു നാറി കാര്യം പറയുമ്പോൾ അതിനകത്തൂടെ ഈ സ്ട്രോമാൻ ഫാലസി ഇടിച്ചു കയറ്റി ഉള്ള കാര്യം പറയുന്നവനെ കല്ലെറിയാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പൊതുവേദിയിൽ ഇറങ്ങി നമ്മളൊരു പ്രതിഷേധം നടത്തി കഴിഞ്ഞാൽ പൊതുമുതൽ നശിപ്പിക്കാതിരിക്കുക, പൊതുസ്ഥലം വൃത്തിയാക്കി വെക്കുക, ഇവയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു മാന്യതയുടെ ഒരു ലക്ഷണമാണ്. ഒരു സാമാന്യ ബോധമായിട്ട് ഇന്ന് ഇന്ത്യക്കാർക്ക് കിട്ടിയിട്ടില്ലാത്ത ഒരു വാല്യൂ വേണത്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അയാളെ കല്ലെറിയാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങൾ എന്തിൻ്റെ പേരിലായാലും നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ ഈ കാണുന്നത് മാനവീയം വീതിയാണ്. ഇവിടെ നേഴ്സിംഗ് അധ്യാപകരുടെ ചെറിയൊരു പരിപാടി നടന്നതിന്റെ ഭാഗമാണ് ഈ കാണുന്ന ഇത്രയും ഏരിയ. ഇവിടെ ഒരു കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ ദിവസം നടന്നത്. ആ ആറ്റുകാൽ പൊങ്കാല നടന്നപ്പോൾ പോലും ആ നിമിഷ നേരം കൊണ്ട് തന്നെ ഇവിടെ ക്ലീൻ ആക്കിയിട്ടാ പോയത്. അപ്പൊ നിമിഷ നേരം കൊണ്ട് അവിടെ ക്ലീൻ ആക്കിയത് അവിടെ പൊങ്കാല ഇട്ടവരാണ് അവിടെ. കാരണം അവിടെ പൊങ്കാല ഇട്ടവരല്ല അത് ക്ലീൻ ആക്കിയത്. അതുകൊണ്ട് അവിടെ വരുന്നവരെല്ലാവരും അവിടെ ഇങ്ങനെ വൃത്തികേടാക്കി ഇടാനുള്ള വല്ല ലൈസൻസ് നിങ്ങൾ കൊടുക്കുന്നോ? നമ്മള് അവരുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കില്ല. നിങ്ങളെ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം പൊതുജനം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞൊരു ഭയങ്കര സന്തോഷം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. പൊതുജനം നിങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വരുന്നത്? നിങ്ങളൊരു ആവശ്യമായിട്ട് പൊതു മധ്യത്തിൽ ഇറങ്ങി പ്രകടനം നടത്തുമ്പോൾ അവിടെ തല്ലിപ്പൊളിക്കാനോ അല്ലെങ്കിൽ അവിടെ നശിപ്പിക്കാനോ ഒക്കെ ഉള്ളതിന് സപ്പോർട്ടായിട്ട് നിൽക്കണം. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ സമരം ചെയ്യാനായിട്ട് വരുന്നത്? ആ ആവശ്യം പറഞ്ഞ് സമരം ചെയ്ത് അവിടെ വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് മര്യാദയാണ്. നിങ്ങൾ പൊതുമര്യാദ കാണിക്കുമ്പോഴേ പൊതുജനം നിങ്ങളോട് നിങ്ങളുടെ ചെയ്യുന്ന കാര്യത്തിനും ഒരു ന്യായമുണ്ട് എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തുള്ളൂ. ഇപ്പൊ വരുന്നവരെ തന്നെ പരിപാലിക്കുന്ന രീതി അറിയാലോ. അപ്പൊ അവര് തന്നെ വരുന്നവരെ തന്നെ പരിപാലിക്കുന്ന രീതി അറിയാലോ, നല്ലോണം അറിയാലോ. കട്ടില് തന്നെ മൂത്രവും മലവും പോയാലും എങ്ങനെ വൃത്തിയാക്കുന്നതെന്ന് അറിയാലോ. അതെ, നഴ്സുമാരാണെങ്കിൽ രോഗികളെ ശുശ്രൂഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് റോഡിലിറങ്ങി റോഡ് വൃത്തികേടാക്കാനുള്ള എല്ലാത്തരം അധികാരമുണ്ട്. വലിയ ന്യായമാണ് ഈ പറയുന്നത്. കിട്ടുന്നുണ്ടപ്പോഴേക്കും വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. സോ അവരവരുടെ വീട്ടിൽ കിടന്ന വേസ്റ്റ് വലിച്ചു വാരി കൊണ്ടുവന്ന് അവിടെ ഇട്ടതല്ല. അവരെന്തിനാ അവിടെ വന്നിരുന്നതെന്ന് പോലും ബ്രോയ്ക്ക് അറിയത്തില്ല. ഒരു വെയിലത്ത് വന്ന് കരഞ്ഞു മെഴുകി അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചിട്ടാണ് അവർ പോയേക്കുന്നത്. അതിനെപ്പറ്റി ബ്രോ ഒരു വാക്ക് സംസാരിച്ചത്? ആവശ്യങ്ങൾ ആർക്കാണ് ഇല്ലാത്തത്? എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് പൊതുവഴിയിൽ ഇറങ്ങി പ്രകടനങ്ങൾ നടത്തുന്നത്. അത് നടത്തുന്നവർക്ക് പൊതുബോധവും കുറച്ച് സാമൂഹ്യ മര്യാദകളും ഒക്കെ വേണം. ഇന്ത്യക്കാർക്കാണെങ്കിൽ ഇപ്പോൾ അത് കുറേ മോശമാണ്. കാണുന്നിടത്ത് തുപ്പുക, പെടുക്കുക, കണ്ട അഴുക്കെല്ലാം കണ്ടെടുത്തിട്ടിട്ട് പോവുക. അത് ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ ആക്രമിക്കുന്നത്, ഞങ്ങളുടെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അതിനെ എതിർക്കുന്നതുകൊണ്ടാണ് നിങ്ങളത് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം എങ്ങനെയാണോ മുമ്പോട്ട് വെക്കുന്നത് ആ വിഷയത്തെ ഞൂണ്ടാതെ ഞങ്ങളെ ആക്രമിക്കുന്ന വിക്ടിം കാർഡ് ഇറക്കുക, കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നവനെ തല്ലാൻ പോവുക, അതേപോലെ ഈ സ്ട്രോമാൻ ഫാലസി കളിക്കുക. ഇതൊക്കെയാണ് ഈ നാട് നശിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് നോക്ക്. അവരവരുടെ നാട് എങ്ങനെയാണ് വൃത്തിയാക്കി സൂക്ഷിക്കുന്നത്, അതിന് ജനങ്ങൾ എന്തൊക്കെയാണ് ആ നാടിന് വേണ്ടി ചെയ്യുന്നത് എന്നൊക്കെ നോക്കുക. അവിടുത്തെ ജനങ്ങൾ പൊതുവേദിയിൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഇന്ത്യക്കാർ നോക്കി പഠിക്കണം. ഈ ഒരു ടോട്ടൽ ഏരിയ തന്നെ ഇങ്ങനെ മോശമാക്കിയിട്ട് കണ്ടപ്പോഴേക്കും വല്ലാത്തൊരു സങ്കടം. എനിക്ക് അതിനെക്കാട്ടി സങ്കടം തോന്നുന്നു ബ്രോ ഈ വീഡിയോ കണ്ടിട്ട്, നിങ്ങൾ ഈ പറയുന്നത് കേട്ടിട്ട്. സോ ഇത്രയും നല്ല രീതിയിൽ വൃത്തികേടാക്കിയിട്ടവർക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നന്ദി ഞാൻ അറിയാം. വൃത്തികേടാക്കിയിട്ട് തന്നെ പുറത്തോടെ നടന്ന് വീഡിയോ ചെയ്ത് ഈ നഴ്സസിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചു. ആദ്യം ഈ സ്ട്രോമാൻ ഫാലസി കളിക്കുന്ന ഈ നാറിക്കാണ് ആദ്യം നന്ദി പറയേണ്ടത്. ഇവരാണെങ്കിൽ നേഴ്സുമാർക്കെതിരാണ് സംസാരിച്ചതെന്ന്. സത്യത്തിൽ ഇയാൾ നേഴ്സുമാർക്കെതിരല്ല സംസാരിച്ചത്. നേഴ്സുമാരുടെ ആവശ്യമൊക്കെ നടക്കേണ്ട കാര്യമാണ്. പക്ഷെ അത് വൃത്തികേടാക്കി ഇട്ടതിനെതിരെയാണ് സംസാരിച്ചത്. വൃത്തികേടാക്കി തന്നെ പുറത്തോടെ നടന്ന് വീഡിയോ ചെയ്ത് ഈ നഴ്സസിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചു. ബ്രോയ്ക്ക് കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ തന്നെ എല്ലാ നഴ്സുമാരും ഞാനും ഒരു